ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഫ്രഷേഴ്സ് ഡേയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് പോയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അതെ അതെ, നമ്മളിവിടെ മണ്ണ് കോരുകയാണ് ഗായ്സ്. എല്ലാം ഓക്കെ ആക്കി അറ്റ് ലാസ്റ്റ് നമ്മൾ സ്റ്റേജ് എല്ലാം സെറ്റാക്കി. കണ്ടോ ഗായ്സ്, 2 മാമാരും പണിയുന്നു, അത് നോക്കി രസിക്കുന്നു. അങ്ങനെ നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെയൊക്കെ സെറ്റാക്കി. ഇവിടുത്തെ മെയിനാണെങ്കിൽ ലാസ്റ്റ് പിള്ളേരുടെ ഓരോ ക്രിയേറ്റിവിറ്റിയാണ് ഗായ്സ്. ഇതൊക്കെ അവർ കിഡിലായിട്ട് സ്റ്റേജും എല്ലാം ഒക്കെ സെറ്റാക്കി, ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി റെഡിയാവുകയാണ്. ഇനി ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. സുന്ദരിയാണോ ഗായ്സ് ഞാൻ? അങ്ങോട്ടൊരു തിരിയൽ ഇങ്ങോട്ടൊരു തിരിയൽ. വാവ്, ഇത് നമ്മുടെ ചേച്ചിമാർ കോലൊക്കെ സെറ്റാക്കിയിട്ടാണ്. ഇത് കണ്ടോ, ക്യാമറ സ്പേസിന് വേണ്ടി വരുന്നതാണ് ഇതെല്ലാം. സ്റ്റേജിലൊക്കെ എല്ലാവരും അറേഞ്ച് ആയിരിക്കുകയാണ് ഗായ്സ്. ഒന്നും കൂടി നമ്മുടെ അത്തം ഒന്ന് കാണിച്ചു തരാം, എല്ലാവരും കണ്ടോളൂ. അങ്ങനെ പിള്ളേരൊക്കെ സെറ്റാണ് ഗായ്സ്. റിസപ്ഷനിലൊക്കെ പിള്ളേരെല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മളാണ് റെപ്പുകൾ. അതെ ഫുള്ള് പണിയാണ് ഗായ്സ് ഇവിടെ. നമ്മൾ ഭയങ്കര ബിസിയാണ് ഗായ്സ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് സ്വന്തമായി പൊങ്ങുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേളും പിള്ളേഴ്സും എല്ലാം എൻ്റർ ആയിരിക്കുകയാണ്. ഇത് അവരുടെ കാലമല്ല ഗായ്സ്. അതിനുശേഷം പ്രസംഗങ്ങൾക്കൊക്കെ ശേഷം എല്ലാവരും ലാമ്പൊക്കെ കത്തിച്ച് സെറ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. ലാമ്പെല്ലാം റീപ്ലേസ് ചെയ്തു. എന്നിട്ട് പിന്നെ ഫോട്ടോ, അതാണല്ലോ മെയിൻ. ഫോട്ടോയൊക്കെ എടുത്തു ഗായ്സ്. അങ്ങനെ നമ്മളെ ലാമ്പ് ലൈറ്റിങ് സെറമണി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മളെ ചിത്ര മാമിനോട് ചോദിച്ചു നോക്കാം. മാം എപ്പടി ഇരുന്നേ? സൂപ്പറായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗായ്സ്. അങ്ങനെ നമ്മളിവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഗായ്സ്. പക്ഷെ നമുക്ക് മാത്രം ഫുഡ് തരുന്നില്ല ഗായ്സ്. ഇരിക്കുകയാണ്. വൈറ്റ് റൈസ് കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ നമ്മള് കഴിച്ചല്ലേ പറ്റും. നമ്മൾ കഴിക്കണം, കുറച്ച് എൻജോയ് ചെയ്യാൻ. അതുകൊണ്ട് മാത്രം നമ്മൾ ഒന്നിന്ന് കഴിക്കുകയാണ് ഗായ്സ്. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നല്ല വൃത്തിക്ക് തിന്നിട്ടാണ് ഇരിക്കുന്നത് ഗായ്സ്. നമ്മൾ DJക്ക് പോവുകയാണ് ഗായ്സ്. കണ്ടോ, തുള്ളുന്നില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡ്രസ് പറയണ്ട. നമ്മളങ്ങനെ DJക്ക് പോയി തകർക്കുകയാണ് ഗായ്സ്. ഇനി അടുത്ത DJ കണ്ടിട്ട് പറയാം. വെയിറ്റ് ആൻഡ് സീ. പിള്ളേർ ഗിഫ്റ്റൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പിള്ളേരെ സൂപ്പർ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്തില്ല. പക്ഷേ ജൂനിയേഴ്സ് അത്രയും കിട്ടില്ലോക്കി ചെയ്ത്. നമ്മൾ അവർക്ക് എങ്ങനെ ഫ്രഷേഴ്സ് ഡേ കൊടുത്തോ അതിനെക്കാട്ടി ബെറ്ററാക്കി കിട്ടിക്ക് അവർ ചെയ്തു. അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മി സാറ് കാർത്തിക് സാറിന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഗായ്സ്. ഇത് പ്രൊപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഗിഫ്റ്റ് തന്നെയാണ് അത് കൊടുക്കുന്നത്. അതിനുശേഷം പൊന്നാട ഇടുകയാണ് ഗൈസ്. പൊന്നാട. സാറ് ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ സൂര്യയുടെ ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നു. ആ പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. നന്നായിട്ട് തന്നെ പാടും, പക്ഷേ എന്നെ ആരും വിളിച്ചില്ല ഗൈസ്. പിന്നെ അതിനുശേഷം നമ്മൾ റിസ്വാനയുടെ ഒരു തൂപ്പ് മത്സരമുണ്ടായിരുന്നു, പാവൻകുട്ടി. അതിനുശേഷം ഡാൻസായിരുന്നു ഗൈസ്. വൈബായിരുന്നു. കല്യാണമായി, പിന്നെ അത് താലികെട്ടായി, പിന്നെ പലതുമായി. അങ്ങനെ വരെ നമ്മുടെ ജൂനിയേഴ്സ് കിടുക്കി പ്രോഗ്രാം. ഇതിന് ശേഷം വേറൊരു സാധനം കൂടി ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ്റെ ഒരു കിടിലം സാധനമാണ്. അതിൽ എണ്ണ തേച്ച് ഇറക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. സൂപ്പർ ഡാൻസുകളൊക്കെ ആയിരുന്നു. വെറൈറ്റി ക്രിയേറ്റിവിറ്റി ആയിരുന്നു ഗായ്സ് ഇവരെല്ലാവരും. ഇത് നമ്മുടെ DJ നടന്നുകൊണ്ടിരിക്കുകയാണ്. DJ ഓൺ ദ വേ ആണ് ഗായ്സ്. നമ്മൾ വെയിറ്റിംഗ് ആണ് DJക്ക് വേണ്ടി. ഓക്കേ ബൈ ഗായ്സ്. അങ്ങനെ DJ എല്ലാം സ്റ്റാർട്ടായി. പിള്ളേരൊക്കെ നിലം തൊടാതെ നിന്ന് കളിക്കുകയാണ് ഗായ്സ്.
അപ്പം നമ്മളിവിടെ കിടന്ന് ഫുള്ള് ബഹളമാണ് ഗായ്സ്. നമ്മൾ സ്റ്റേജിലായിരുന്നു. സ്റ്റേജിൽ കിടന്ന് കാണിക്കാവുന്നതിൻ്റെ അപ്പുറം നമ്മളവിടെ കിടന്ന് കുത്തിമറിഞ്ഞു. എല്ലാവരും വൈബ് ആൻഡ് ചില്ലാണ് ഗായ്സ്. ഡി ജെ എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണം കച്ചി ഡി ജെ ആയിരുന്നു ഗായ്സ്. സൂപ്പറായിരുന്നു. എല്ലാവരും അടിച്ച് തകർത്തു. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം ഗംഭീരമായിട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പോയി ഗായ്സ്. ഇനി ബാക്കി ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഡി ജെ പ്രോസ് ഒക്കെ. അവരുടെ ഒക്കെ തിരക്കിലും വർക്കിലൊക്കെ ബിസിയാണ് ഗായ്സ്. കിട്ടിയിലും ഡി ജെ ആയിരുന്നു ഗായ്സ്. ഓക്കെ ബൈ ഗായ്സ്. അങ്ങനെ നമ്മൾ ഡി ജെ എല്ലാം അടിച്ച് തകർത്ത് ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ ഗായ്സ്.